ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പിയാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ മൊമോസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 150 ഗ്രാമിൻ്റെ കപ്പാണിത് കേട്ടോ. 300 ഗ്രാമോളം വരെ ഇത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നനച്ചത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. വെള്ളം കൂടിപ്പോകരുത്. ഒരു ചപ്പാത്തിയുടെയൊക്കെ ഒരു ടെക്സ്ചർ കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കുന്നത് വരെ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയല്ല, നമ്മുടെ നോർമൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ മതിയാവും. നമുക്കിതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല എത്രയും ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് അരിയണേ. അതൊന്ന് വാടി കിട്ടുന്നുണ്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഞാനിത് ബോൺലെസ് ചിക്കൻ വേവിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തേക്കാണ്. നമ്മൾ ഇതുപോലെ ബോൺലെസ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഡയറക്റ്റ് വേവിക്കാതെ അരച്ചിട്ട് നമ്മളിത് ചെയ്യും കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കുക. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണം കേട്ടോ. നമ്മളൊന്ന് ഉണ്ടാക്കിയ അതേ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്കിതിൽ ചെറിയതിൻ്റെ ഒരു മധുരവും പുളിയും കൂടി ഇഷ്ടമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം ഞാൻ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോയ സോസിലൊക്കെ ഉപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ ഫൈനൽ ഇപ്പോൾ ഈ മിക്സ് ഇവിടെ നമുക്ക് റെഡിയായി. ഇനി നമ്മൾ ഫൈനൽ നോക്കുക, ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് മോമോസിൻ്റെ ഷേപ്സ് തയ്യാറാക്കിയെടുക്കാം. ജസ്റ്റ് നമ്മൾ ചപ്പാത്തിയുടെ കൂട്ടി ജസ്റ്റ് ഉരുളകളാക്കി ഫസ്റ്റ് വെക്കുക. എന്നിട്ട് നമ്മളിപ്പം അതിൽ നിന്ന് ഒരു ബോൾ എടുത്തതിന് ശേഷം പിന്നെ അത് അടച്ച് തന്നെ വെക്കുക കേട്ടോ, ഡ്രൈ ആയി പോകാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ സാധാരണ ഒന്ന് പരത്തിയെടുക്കുക. ഷേപ്പൊന്നും വേണ്ട, പരത്തിയെടുത്തിട്ട് നമുക്കിത് റൗണ്ടിൽ മുറിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഷേപ്പിലൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് പരത്തിയെടുക്കാം. അപ്പം ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമുക്ക് എന്തെങ്കിലും ഒരു റൗണ്ടിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് എത്രത്തോളം വലിപ്പം വേണമെന്ന് അതനുസരിച്ച് റൗണ്ടിൽ എന്തെങ്കിലും ഒരു ഷേപ്പ്, ഒരു പാത്രം വെച്ചിട്ടോ മറ്റോ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പം ഞാനിത് ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഞാനിങ്ങനെ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പം ഇതുപോലെ ഓരോന്നോരോന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക. അതൊരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കുക, അത് ഡ്രൈ ആയിട്ട് പോവാതിരിക്കാൻ കേട്ടോ. ഫില്ല് ചെയ്തോടെ തന്നെ ഓരോന്നോരോന്ന് ഉണ്ടാക്കുക, ഫില്ല് ചെയ്യുക, അത് പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ പരത്തി ഇടുന്നത് നമുക്ക് അത് ഡ്രൈ ആയി പോവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ആ റൗണ്ടിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ചിരി ഫില്ലിങ് വെക്കുക. സൈഡ് ഇങ്ങനെ വിരൽ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് ഷേപ്പ് നമ്മുടെ ഒരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഫോർക്കിൻ്റെ ജസ്റ്റ് ഒരു ലൈനൊക്കെ അതിൽ നിന്ന് പതിഞ്ഞിട്ട് ഒരു ഷേപ്പ് കിട്ടും. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ഇതുപോലെ തന്നെ വേറൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ സെൻറ്ററിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഓരോ സൈഡും അകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ എഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അകത്തോട്ട് നമ്മുടെ ഒരു വിരൽ കൊണ്ട് മാത്രം ഇങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കിട്ടും. നമ്മൾ ഒരു വിരൽ യൂസ് ചെയ്താൽ മതി, അതിങ്ങനെ അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ഷേപ്പായി. ഇത് നമുക്ക് ഒരു ഷേപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മളിങ്ങനെ സെൻറ്ററിൽ ഫില്ലിങ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സാരി ഫ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഫ്ലീറ്റ്സ് എങ്ങനെ എടുക്കുന്നത് അതുപോലെ ഞൊറിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഞൊറിഞ്ഞിട്ട് ആ പൊസിഷനൊന്ന് മാറ്റണം. നമ്മൾ അങ്ങനെ കൈ അങ്ങോട്ട് ഞൊറിഞ്ഞു കൊണ്ടുവന്നിട്ടും ആ മൂലയിലെ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോമോസിനൊക്കെ ഇതേ ഷേപ്പാണുള്ളത്. ഞാൻ ഇതൊന്നും കൂടെ കാണിക്കാം. ഇതിങ്ങനെ സെൻറ്ററിൽ ഇത് വെക്കുക. കണ്ടോ, സാരി ഫ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കുക കേട്ടോ. ഞൊറിവിട്ട് കൊടുക്കുക അതിന്. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇളകിപ്പോവും. അത് നമ്മൾ ഓരോ ഫ്ലീറ്റ്സ് എടുക്കുമ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വിട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് മാറത്തൊന്നുമില്ല. നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ അത് മാറില്ല. എന്നിട്ട് നമ്മളിങ്ങനെ അത് ചുറ്റിച്ചു കൊണ്ടുവന്നിട്ട് ഫുള്ള് ഫ്ലീറ്റ്സും അങ്ങനെ എടുത്തിട്ട്
ഓരോ ഫ്ലീറ്റ്സും പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാലേ അത് നന്നായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവന്ന് ഫൈനലി നമ്മൾ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല പ്രസ് ചെയ്യുമ്പോൾ അത് മൈദ ആയതുകൊണ്ട് നന്നായിട്ട് ഒട്ടി അവിടെ ഇരുന്നോളും കേട്ടോ. നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോമോസിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതൊരു ഷേപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്, പക്ഷേ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഫോർക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ല, ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ആ സൈഡിലൊന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പും കിട്ടും കേട്ടോ. ഇനി ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കാണിക്കാം. ഇത് ഞാൻ സ്പീഡപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു 3 റൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നമ്മൾ കുറച്ച് ഫില്ലിങ് വെക്കുക. അത് ഇങ്ങനെ ഒന്ന് നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കൈ കൊണ്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ ഫില്ലിങ്ങിൻ്റെ അവിടെ നമ്മുടെ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ തുമ്പ് ഭാഗം ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ റോൾ ചെയ്യുക, ബലം കൊടുക്കാതെ പതുക്കെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്ത് ഫൈനലി വരുന്ന ആ സൈഡ് നമ്മൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു റോസപ്പൂവിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ, റോസിൻ്റെ ഷേപ്പിലൊക്കെ കിട്ടും. ഇത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും നമുക്ക് ചെറിയൊരു റോസ് ഷേപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളതും ഇഷ്ടമുള്ളതും ഏതാണെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ നിങ്ങൾ മോമോസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് പരത്തുമ്പോൾ ഏറ്റവും തിന്നായിട്ട് വേണം നമ്മൾ ഈ മാവ് ഈ റൗണ്ട് പരത്തിയെടുക്കാൻ കേട്ടോ, എന്നാലേ ഇത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാ ഷേപ്പും മോമോസും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളിത് തുറന്ന് വയ്ക്കരുത്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആയിട്ട് പിന്നെ നമുക്കിത് ഭയങ്കര കട്ടിയായിരിക്കും കഴിക്കാൻ നേരം, അതത്ര ടേസ്റ്റി ആവത്തില്ല. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇത് വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് വെക്കുമ്പോൾ ഒരു ഇത്തിരി ഡിസ്റ്റൻസ് കൊടുത്തിട്ട് വേണം കേട്ടോ വെക്കാൻ, കാരണം ഇത് ചിലപ്പം ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇത്തിരി വലുതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ തട്ട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് എണ്ണ തടവണം കേട്ടോ, ഈ മോമോസ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ കൂടുതൽ വേവിക്കരുത്. 10 മിനിറ്റിന് മുന്നേ നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം, വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേവിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കര ഹാർഡായി പോവും, ഒരു ടേസ്റ്റേ മാറിപ്പോവും. അല്ലെങ്കിൽ പിന്നെ ഇത് പരത്തുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാക്സിമം നമ്മളിത് കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മോമോസ് ഇവിടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.